ചന്തുവല്ലേ? ഞാനാ ഋത്തുവാ. ഓർമ്മയില്ല അല്ലേ? നീ ചന്തുവാണെങ്കിൽ ഇത് ഡെഫിനറ്റ് ആയിട്ടും ശ്രീ തന്നെ. ഹേയ് ഋതു, എടാ ഋതുവാടാ, നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്. നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലാവാത്ത രീതിയിൽ സുന്ദരിയായിരിക്കല്ലേ? എത്ര നാളെ നീ എവിടെയായിരുന്നു? SLC കഴിഞ്ഞപ്പോ അച്ഛൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അതെ അല്ലേ? എന്നിട്ട് അടുത്ത കാലത്താ ഇവിടേക്ക് ഷിഫ്റ്റ് ആയത്. It's really nice to see you again. Me too. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നു. ഇവൻ വലിയ മ്യൂസിഷ്യനാ. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. കോഫി? 1 കപ്പ് കോഫി? അയ്യോ, എനിക്കൊരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്. അച്ഛനായിട്ടൊന്ന് പോണായിരുന്നു. ഇനി എപ്പോഴെങ്കിലും നെക്സ്റ്റ് ടൈം. ഒരു കപ്പ് കോഫി. അവൾക്ക് ഏതോ അർജന്റ് വർക്ക് ഉള്ളതുണ്ടല്ലേ. പോയിക്കോട്ടെ അല്ലേ? ബൈ ബൈ ബൈ. ബൈ. മോനെ ഷാജഹാനെ, മുംതാസ് അങ്ങ് പോയത് കണ്ടില്ലേ? ഇനി പോയേക്കാം. എന്തിനാ നീ അവളെ പറഞ്ഞു വിട്ടേ? മോനെ, ഇല്ലെങ്കിൽ റോഡിൽ നീ താജ്മഹൽ കെട്ടില്ലായിരുന്നോ? അസൂയപ്പെടാതെ, നിനക്ക് ഞാൻ നല്ലൊരു കലാമണ്ഡലം കെട്ടിത്തരാം. കൊന്നാളെ നിന്നെ ഞാൻ. നടക്ക്. ഹേയ് ചന്തു, വന്നോടാ. എങ്ങനെ മനസ്സിലായി ആന്റി? നിന്റെ ഫേവറേറ്റ് ആന്റി അല്ലടാ ഞാൻ. ഓഫ് കോഴ്സ്. വന്നിട്ട് 2 ദിവസമായി. ഇപ്പഴാ ഇങ്ങോട്ട് വരുന്നേ? സോറി. ഇത്ര സ്വീറ്റ് ആയിട്ട് സോറി പറഞ്ഞ പിന്നെ ആരാടാ അതിൽ വീണു പോവാത്തത്? എന്താടാ ഇത്? ആള് വലിയ ഹാപ്പി ആണല്ലോ. ഓ, അതിലൊരു സീക്രട്ട് ഉണ്ട്. സീക്രട്ടോ? എന്താടാ അത്? പറ. നോ. ഫസ്റ്റ് ശ്രീയോട് പറഞ്ഞിട്ട് പിന്നെ ആന്റിയോട് പറഞ്ഞു. അമ്മ കോഫി. കോഫി സർ, കോഫി. നോ. ഓക്കേ മാഡം, ഹോട്ട് കോഫി. മുംബൈയിൽ പോയി മ്യൂസിക് പഠിക്കുമായിരുന്നോ അതോ റെയിൽവേ സ്റ്റേഷനിൽ കോഫി വിൽക്കുമായിരുന്നോ? കുറങ്ങേ, ആദ്യം കോഫി കുടിക്കുക. എന്തുവാടാ രാവിലെ വല്ലാത്തൊരു നോട്ടമൊക്കെ? കില്ലർ, ഐ ആം ഇൻ ലവ്. യെസ്, ഋതുവിനെ കണ്ടപ്പോ മുതല് ഈ ലോകം മുഴുവനും കളർഫുൾ ആയി തോന്നുന്നടി. യു നോ വാട്ട്? റെയിൻബോയുടെ മുകളിൽ കയറിയുന്നോണ്ട് ചാങ് 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 ഗിറ്റാർ വായിച്ച പോലെയുണ്ട്. എന്താടി, നിനക്കെന്താ റിയാക്ഷൻ ഇല്ലാത്തത്? ഇന്നലെ നീ പൂച്ച പോലെ വായും പൊളിച്ചു നിന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു ഇങ്ങനെ ഏതെങ്കിലും റിയാക്ഷനുമായിട്ട് വരുമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പോകുന്നത്? കേക്ക് കട്ടിട്ട് കോളനി മുഴുവൻ കൊണ്ടുവരുന്ന ആഘോഷിക്കാൻ പോവാ. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെയാടാ ഞാൻ പറയണ്ടേ? മെനിഞ്ഞാന്നല്ലേ അങ്ങോട്ട് ചീത്ത കേട്ടെ. നിനക്ക് മനസ്സിലാവുന്ന വിചാരിച്ചു. നീ ഇനി ഒരക്ഷരം മിണ്ടി പോരുത്. കുട്ടികൾ ഇതിനേക്കാളും ഭേദം. ആദ്യം സ്വന്തം കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുള്ള ടൈമായത്. ലവിനെ കുറിച്ചൊക്കെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. ലവിനൊക്കെ ഒന്ന് പോടി. പറഞ്ഞോ. എന്ത്? ആ സീക്രട്ട് എന്താ? സീക്രട്ട് അല്ലേ ആന്റി, പറയാൻ പാടില്ല. ചന്തു അല്ലേ നീ? ചതിയനാ? എന്തായി? ഉദയം ഫോൺ ചെയ്തില്ലേ? ചെയ്തിരുന്നേട്ടാ. നെക്സ്റ്റ് മന്ത് വരുമെന്നാ പറഞ്ഞേ. വരുന്നത് എൻഗേജ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടിയാ. ശ്രീ ശരിക്കും ഭാഗ്യമുള്ള കുട്ടി തന്നെയാ. അവക്ക് ഇഷ്ടമായ പയ്യനെ പറ്റി നമ്മളോട് എല്ലാരോടും പറഞ്ഞ് സമ്മതം വാങ്ങിയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്തു ഭാഗ്യമോ എന്തോ. ഒറ്റ മോളല്ലേ. മാരേജ് കഴിഞ്ഞ എന്നെ ഒറ്റയ്ക്കാക്കി അവള് യുഎസിലേക്ക് പോവും. ആ സ്ഥാനത്ത് അവള് ചന്തുവിനെ സ്നേഹിച്ച് അവര് തമ്മിൽ മാരേജ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ പറയരുത്. അവരുടെ ക്യാരക്ടേഴ്സ് വേറെയാണല്ലോ. ശ്രീ പഠിത്തത്തിനൊപ്പം ഡാൻസ് പഠിച്ചെങ്കിൽ അവൻ പഠിത്തം കളഞ്ഞിട്ടാ മ്യൂസിക് പഠിച്ചത്. അവന് ലൈഫിനൊരു ക്ലാരിറ്റി ഇല്ല. ശ്രീക്ക് എപ്പോ എന്ത് ചെയ്യണം നന്നായി അറിയാം. അവര് രണ്ടുപേരും ഇങ്ങനെ തന്നെ ആകുന്നതാ നല്ലത്. അച്ഛാ, അച്ഛാ, അച്ഛാ,
ഞാൻ കൊണ്ടുവരാം. അമ്മേ, മ്യൂസിയത്ത് വെക്കേണ്ട ഈ വണ്ടി ഇനി എത്ര നാൾ ഉപയോഗിക്കാനാ? പുതിയതൊന്ന് വാങ്ങിച്ചാലെന്താ? ഞാൻ പറയാഞ്ഞിട്ടാണോടാ, നീ MBA കഴിഞ്ഞ് വലിയൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ നിന്റെ ആദ്യ ശമ്പളത്തിൽ നിന്ന് പുതിയ വണ്ടി വാങ്ങണോന്നായിരുന്നു ആഗ്രഹം. ആ വാശി കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും വാങ്ങാത്തത്. ശ്രീ, ഈ വീക്കിന് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ചെയ് ഇപ്പോഴല്ലേ പറ്റുള്ളൂ. അതെന്താ? കല്യാണം കഴിഞ്ഞ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടില്ലേ? ഓ അങ്ങനെ. ചന്തു വന്നിട്ടുണ്ട്. ആണോ? എന്നൊരു ഹായ് പറഞ്ഞു. ദ ഫൽഗൂസ്, ഉദയ് നിന്നോട് ഹായ് പറയുന്നു. അതെ, രാവിലെ മുതൽ എവിടെ ആയിരുന്നു? നിന്നോടാ, എന്താ മിണ്ടാത്ത? നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, ഋതുവിനെ കാണാൻ പോയതാ? ഇന്ന് രാവിലെ മുതൽ ഞാൻ അവളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നിനക്ക് ബോധമുണ്ടോടാ? മോർണിംഗിലല്ലേ ഞാൻ അത്ര ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞത്, പിന്നെ ഋതു ഋതു എന്ന് പറഞ്ഞ് നടക്ക. നിനക്കെന്താ ഭ്രാന്ത? ഞാൻ ഉദയമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണോ കണക്ഷൻ കട്ട് ചെയ്യുന്നത്? കണ്ടോ, നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് നീ ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നപ്പോ ഇത്രക്ക് ഇറിറ്റേറ്റഡ് ആയില്ലേ? ഋതുവിന്റെ കാര്യത്തിൽ എനിക്കും അങ്ങനെ തന്നെയാ. എന്റെ ലവർ അത്. എന്റെയും അതെ. അതായത് നിന്റെ ലവും എന്റെ ലവും കമ്പയർ ചെയ്യാൻ നോക്ക ആണ്. നോക്കിയേ, 1 ഇയർ ഞങ്ങൾ രണ്ടുപേരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ഉദയ് എന്നോട് പ്രപ്പോസ് ചെയ്തപ്പോ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് സ്പെഷ്യലി നീ ഓക്കെ പറഞ്ഞപ്പോഴാ ഞാൻ കമ്മിറ്റ് ആയത്. അല്ലാതെ നിന്നെ പോലെ ഒന്നും നോക്കാതെ അല്ല ഞാൻ ലവ് ചെയ്തത്. മാതാശ്രീ ആനന്ദമയി, ഒന്ന് നിർത്താവുന്നതിന്റെ ഉപദേശങ്ങള്. ലവ് മലഞ്ചരക്ക് കച്ചവടം പോലെയല്ല, കണക്കെഴുതി കാണിക്കാൻ വേണ്ടിട്ട്. ആ, എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്, എനിക്കൊന്നും കേക്കണ്ട. കേക്കണ്ടേ? എങ്കിൽ ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ചെയ്തോ, പക്ഷെ നിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാ. എന്നെ ഉപദേശിച്ച് നന്നാക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നിന്നെ ഞാൻ ഉപദേശിച്ചൊന്നും അല്ല, ഫാക്ട് പറഞ്ഞേ ഉള്ളൂ. ഫാക്ട് പറഞ്ഞാണല്ലേ? ഓക്കെ, നീ പറഞ്ഞ ഞാൻ ഋതുവിനെ ഉപേക്ഷിക്കാം. നിനക്ക് നിന്റെ ഉദയനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നീ എന്ത് ഭ്രാന്ത പറയുന്നതെന്ന് നിനക്കറിയോ? ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ. ഏയ്, ഈ മുറി നിന്ന് പോയിത്താ. ആദ്യം ഞാനാ വന്നത്. ഇത് എന്റെ റൂം. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. എനിക്കൊരു മൂടുമില്ല. എന്തു പറ്റി? ചന്തുവായിട്ട് വഴക്കിട്ടു, എന്നെ റൂമിൽ നിന്ന് പുറത്താക്കി. ഓ, ഇന്നകത്തേക്ക് പോവാം കേട്ടോ. പോകുന്നില്ല. ഞാനും നിന്റെ ടീച്ചറും കട്ടീഫ്. ഞാനും അതെ, കട്ടീഫ്. ആണോ? ഒരു ഡെവിളാ. അല്ലേ? ഞാൻ ശരിക്കും ഡബിൾ ആകണോ? അയ്യോ ടീച്ചർ. രാത്രി ഞാൻ ശരിക്കും ആലോചിച്ചു. നീ പറഞ്ഞാ കറക്റ്റ്. ഞാനും കുറെ ആലോചിച്ചു. നീ പറഞ്ഞതാ കറക്റ്റ്. അല്ലെങ്കിലും എല്ലാം എന്റെ പ്രോസസ്സിൽ നടക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനാ? ഞാൻ നന്നാവണമെങ്കിൽ നിന്റെ പ്രോസസ് തന്നെ പോകുന്നതാ നല്ലത്. ഞാൻ നിന്നെ അനാവശ്യമായിട്ട് ഹേർട്ട് ചെയ്തായിരുന്നോ? ഏയ്, ഞാനല്ലേ ഫുളിഷ് ആയിട്ട് ബിഹേവ് ചെയ്തത്? ഞാനല്ലേ നിന്നെ ഹേർട്ട് ചെയ്തത്? നോ കില്ലർ, ഐ ഹേർട്ട് യു. ശരി, ഇപ്പൊ എന്തിനാ വന്നത്? മുംബൈയിൽ നിന്ന് വന്ന ശേഷം എക്സ്ചേഞ്ച് ചെയ്യാന്നല്ലേ പറഞ്ഞത്? ഹായ്. അടുത്ത എക്സ്ചേഞ്ച് എപ്പോഴാ? 3 years. 3 years? അന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളൊക്കെ എവിടെയായിരിക്കും? എന്താ, കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ? കൂടെയുള്ളവർ മനസ്സിലാക്കുകയാണെങ്കിൽ ഉണ്ടാവും. എന്റെ ഉദയ്ക്ക് എന്തായാലും മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവുന്ന? നീ ചാറ്റ് ചെയ്യുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും അല്ലാതെ എന്നെ അവനൊന്നും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഉദയ് നിന്നെ പോലല്ല, ഓപ്പൺ മൈൻഡഡ്. ഓഹോ, മനസ്സിലൊന്നും വെക്കില്ല. ഇവിടെ എന്ത് തോന്നുന്നോ അത് എക്സ്പ്രസ് ചെയ്യൂ. ആഹാ, എങ്കിൽ എന്റെ ഋതു അതുപോലെ തന്നെ ആയിരിക്കും.
അതെന്തൊക്കെയായാലും 3 years കഴിഞ്ഞിട്ടാ നെക്സ്റ്റ് എക്സ്ചേഞ്ച്. ഡാ ഫൽഗൂസ്, ഹു മീ? പോയി ഋതുവിനെ ഒന്ന് നോക്കിയാലോടാ. കില്ലർ, ആവശ്യമില്ലാതെ ആ ടോപ്പിക് കൊണ്ടുവന്ന് വീണ്ടും വഴക്കിടാൻ നോക്കല്ലേ. പ്രേമം എന്ന് വെച്ചാൽ മലഞ്ചരക്ക് കച്ചവടമാണ്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാടാ ഫൽഗു. വാ.